അസ്സലാമലൈക്കും മക്കളെ, സുഖന്നല്ലേ? ഇന്ന് നമുക്ക് അവലും അരി വറുത്തവും കൊണ്ട് ഒരു അവലൂസ് ഉണ്ട ഉണ്ടാക്കാം. അത് വറുക്കാനിടാം. ഫസ്റ്റ് തന്നെ ഞാനത് അരി ഇടുന്നു വറുക്കാൻ. റേഷൻ്റെ അരിയാണ് അത് വറുക്കാനിടുന്നത്. തീ നന്നായി കുറച്ചിട്ട് നമുക്കിത് നന്നായി വറുത്തിട്ടെടുക്കാം. കൂടുതൽ തീയാകാൻ പാടില്ല. അപ്പോൾ കരിയും അരി ചെറുങ്ങനെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ല പോലെ പൊരിഞ്ഞ് വന്ന് അരി പിന്നെ നമുക്കിത് പൊരിയെടുക്കാം. എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് അവലിടണം. നല്ല അടിപൊളി, കുട്ടികൾക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരത്തെ ചായൻ്റെ അടി. ഇതിലേക്ക് തന്നെ ഞാൻ അവലിടുന്നു. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അവലും അരിയും എല്ലാം എടുക്കാം. എത്ര ആളുണ്ട് അതിന് കണക്കും കാര്യമൊന്നുമില്ല, സ്പൂണോ അളവോ ഒന്നുമില്ല. നമുക്ക് എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ട് അവല് എടുക്കാം. അതേപോലെ അരിയും എടുക്കാം. നന്നായി ഇത് വറുക്കാം. അവല് വറുക്കുന്ന അരിയിലേക്ക് തന്നെ ഞാനിതാ ഒരു മുറി തേങ്ങയാണ്. എത്ര ഒരു തേങ്ങ വേണമെങ്കിലും ഇടാം, ഒരു മുറി വേണമെങ്കിലും ഇടാം. ആവശ്യത്തിന് നല്ലോണം തേങ്ങയിട്ടാൽ നല്ല രസം ഉണ്ടാവും. നല്ല കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. 4 മണിക്കത്തെ പലഹാരം അടിപൊളിയായിട്ട് കുട്ടികളും തിന്നും, വലിയവർക്കും തിന്നാം. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം. ചെറുതായിട്ട് തീയിൽ വെച്ചിട്ട് ഇന്ന് വറുക്കണം. ഇത് തേങ്ങയും അവലും എല്ലാം കൂടി നമ്മുടെ അവലും തേങ്ങ നന്നായി വറുത്ത് നല്ല ഇങ്ങനെ കുലുങ്ങണം. എന്നാലേ നല്ല ഇതിൽ പൊടിച്ച് കിട്ടും നമുക്ക്. പിന്നെ എന്നാലേ നമുക്ക് പൊടിച്ച് കിട്ടും. നന്നായിട്ട് പൊടിയും നല്ല പൊരിഞ്ഞ കുലുങ്ങിയെന്ന പോലെ ആവണം. ഇങ്ങനെ ആവണം തേങ്ങയും അവലും. നന്നായിട്ട് പൊടിക്കാം. നമുക്ക് ഇത് പൊടിക്കുന്നത് കാണാം. പൊടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ഉരുകിയിട്ടേക്ക് കാട്ടിക്കാം. കുറച്ചായിട്ട് നമുക്കിത് സ്പൂണോട് കോരിയിട്ട് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞ് അതിനെല്ലാം പൊടിച്ചതിന് ശേഷം നമുക്ക് കാട്ടി. അരി പൊടിച്ച അതേ പാത്രത്തിൽ തന്നെ ഞാനിതാ തേങ്ങയും അവലും വറുത്തതിട്ട് നന്നായി പൊടിച്ചെടുക്കാൻ. നന്നായി പൊടി അവലിലേക്ക് ഞാനിതാ 5 ഏലക്കായി ഇടുന്നുണ്ട്. ഏലക്കായി നല്ല മണക്കും, നല്ല പാങ്ങിലും നല്ല രസം കിട്ടും. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂണ് ഞാൻ പശു നെയ്യ് ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. നന്നായി ഒന്ന് അതിലേക്ക് തന്നെ ഞാൻ മുന്തിരിങ്ങയും ഇടുന്നുണ്ട്. ഉണക്ക മുന്തിരിങ്ങ നന്നായി ഒന്ന് വറുക്കാം. ഞാൻ അരി വറുത്ത് പൊടിച്ചത് അവല് വറുത്ത് പൊടിച്ച് എല്ലാം തേങ്ങ എല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തതിലേക്ക് എന്നിട്ട് നന്നായി ഒന്ന് ഇത് ഇളക്കണം. നന്നായി ഒന്ന് പശു നെയ്യിലേക്ക് നല്ല രസം കിട്ടും. ഉണ്ടയാക്കിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. വെള്ളം ഉരുക്കി ഒഴിച്ച് ഇത് നന്നായി ഇത് ഒന്ന് ഇളക്കാം. നന്നായി ഇളക്കി നല്ല പാങ്ങിൽ തീരന്നെ പശു നെയ്യുമായി ഏലക്കപ്പൊടിൻ്റെ മണം നല്ല ഇത് വരുന്നുണ്ട്. മക്കളെ, നമ്മളിത് എല്ലാം തയ്യാറായി വെച്ച് ഇനി നമുക്കിത് ചെറുങ്ങനായിട്ട് അവലൂസുണ്ട നല്ല പാങ്ങിൽ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ ലഡുവിൻ്റെ സൈസിൽ ഉണ്ടാക്കിയിട്ട് വെക്കാം. നമുക്ക് ഇങ്ങനെ വെക്കാം.
ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കാം. മക്കളെ നമ്മളെ ഇതാ അവലോസ് എന്താ റെഡിയായി. ഞങ്ങൾ ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. എനിക്ക് വെള്ളം ഇതാ ഇക്കാക്ക് ചായ ഇതാ അല്ല അടിപൊളി. എല്ലാ പേർക്കും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.